ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. കഴിഞ്ഞുപോയ വർഷങ്ങളിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള സുഖദുഃഖങ്ങളിൽ നിന്നെല്ലാം തന്നെ മാറ്റം വന്ന് പുതിയൊരു അധ്യായം തുറക്കുന്നതായിട്ടുള്ള വർഷമാകട്ടെ ഈ 2026 പുതുവർഷം. ഈ ഒരു വർഷം മനസ്സന്തോഷവും അഭിവൃദ്ധിയും ഉയർച്ചയും നമ്മളിൽ എല്ലാവർക്കും സർവീശ്വരകാരകനായിരിക്കുന്ന ജഗദീശ്വരനിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അശ്വതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും 2026 ഈ പുതുവർഷത്തിലാണെങ്കിൽ അശ്വതി നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. അശ്വിനി ദേവന്മാര് പ്രധാന ദേവതമാരായിട്ട് വരുന്ന ദേവഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ അശ്വതി നക്ഷത്രം. പൊതുവെ സ്വതന്ത്രശീലം ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് തൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ മറ്റൊരാൾ ഇടപെടുന്നതും തൻ്റേതായിട്ടുള്ള പോരായ്മകൾ പറയുന്നതും ഇവർക്ക് ഇഷ്ടമാകാറില്ല. പൊതുവെ ഈ നക്ഷത്രക്കാർ ധൈര്യശാലികളായതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാൽ പോലും അതിനെയൊക്കെ ധൈര്യസമേതം നേരിടുന്നവരാണ്. അതുകൊണ്ട് ഇവരുടേതായിട്ടുള്ള ജീവിതത്തിൽ ഇവർക്കുണ്ടാകുന്നതായ എല്ലാവിധ സൗഭാഗ്യങ്ങളും സ്വന്തമായിട്ടുള്ള പരിശ്രമത്തെ കൊണ്ടാണ്. സ്വന്തം വീട്ടിലാണെങ്കിൽ ചില കാര്യങ്ങളിൽ ദൃഢനിശ്ചയവും കോപശീലവും കാണിക്കുമെങ്കിലും ഇവർ പുറമേ വളരെ ശാന്തശീലരും സഹായ മനസ്ഥിതിയുള്ളവരായിട്ടും കാണാറുണ്ട്. പൊതുവെ സഹായികൾ കുറഞ്ഞവരായതുകൊണ്ട് പല സമയങ്ങളിലും ഒറ്റപ്പെടൽ തോന്നുമെങ്കിലും പരാജയങ്ങളും പരീക്ഷണങ്ങളും ഒറ്റപ്പെടലും കാണുമെങ്കിലും സ്വന്തമായിട്ടുള്ള പരിശ്രമത്തെ കൊണ്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുന്നവരാണ് ഈ അശ്വതി നക്ഷത്രക്കാർ. പൊതുവെ ഈ അശ്വതി നക്ഷത്രക്കാർ വിഷ്ണുവിനെ ഭജിക്കുന്നതും വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഭഗവാന് തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. ഈ അശ്വതി നക്ഷത്രക്കാർ. അശ്വതി നക്ഷത്രക്കാർക്ക് ഏഴരശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടൊരു സമയമാണ് ഈ 2026 പുതുവർഷത്തിൽ. കൂടാതെ സർവീശ്വരകാരകനായിരിക്കുന്നതായ വ്യാഴത്തിനാണെങ്കിൽ ജൂൺ മാസം 2-ാം തീയതി വരെ ശത്രു ക്ഷേത്രസ്ഥിതി വരുന്നത് കൊണ്ട് അശ്വതി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ളതായ സമ്മർദ്ദങ്ങളെയും അനാവശ്യമായിട്ടുള്ള ചിന്തകളെയും ഒഴിവാക്കേണ്ടതാണ്. കൂടാതെ അപ്രതീക്ഷിതമായിട്ട് അനാവശ്യമായിട്ടുള്ള ചിലവുകൾക്ക് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം. ആരോഗ്യ പരിപാലനത്തിലായാലും ജീവിത അനുഷ്ഠാനങ്ങളിലായാലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. എന്നാലോ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് ഈ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഉച്ചബലത്തോടു കൂടിയിട്ട് സുഖസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ലാഭസ്ഥാനത്താണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്തോഷവും സമാധാനവും നിലനിൽക്കും. പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധം കൂടുതലും മെച്ചപ്പെടുവാൻ സാധ്യത കാണുന്ന സമയമാണ്. ഇനി ജോലി സംബന്ധമായിട്ടാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും വളരെ നല്ലൊരു സമയമാണ്. ബിസിനസ് സംബന്ധമായിട്ടാണെങ്കിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ പഠന സംബന്ധമായിട്ട് വളരെ നല്ലൊരു സമയമാണ്. പഠനത്തിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും നല്ല മികവ് പുലർത്തുവാനും സാധിക്കുന്നതായിട്ടൊരു സമയമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു വർഷം കൂടിയാണ്. പൊതുവേ അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നുണ്ടെങ്കിലും
ഈശ്വര പ്രാർത്ഥനയോട് കൂടിയിട്ട്, കഠിനാധ്വാനത്തോടു കൂടിയിട്ട്, ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ വർഷത്തിൻ്റെ ആരംഭത്തിൽ നവഗ്രഹ ക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ്.